രാജസ്ഥാനിലെ ഒരു ശാന്തമായ ഗ്രാമം രംഗീലാപൂർ. അവിടെ പല വർഷങ്ങളായി ഹോളി ആഘോഷിക്കാറില്ല. ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു ഭയങ്കരമായ രഹസ്യം മറഞ്ഞിട്ടുണ്ട്. ആർക്കും അറിയില്ല ഹോളി കളിക്കാൻ എന്താണ് തടസ്സമെന്ന്. ഒരു കാര്യം മാത്രം അറിയാം, അതായത് നിറം എന്ന പേര് പറഞ്ഞതും വ്യക്തികയുടെ നിഴൽ തിരികെ വന്നേക്കും. ഇന്ന് ഹോളിയുടെ തലേ ദിവസമാണ്. ഗ്രാമത്തിലെ എല്ലാ മൂലകളിലും ഇതാണ് സംസാരം. ഹോളി കളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവൾ തിരികെ വന്നേക്കും. ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഒരു മുഖ്യമായ അറിയിപ്പുണ്ട്. അതായത് പോയ വർഷം പോലെ തന്നെ ഈ വർഷവും ഹോളി ആഘോഷിക്കാൻ പറ്റില്ല. എല്ലാവരും നിറങ്ങളെ വിട്ട് ദൂരെ ഇരിക്കണം, അല്ലെങ്കിൽ രക്തിക്ക വന്നേക്കും. ചേട്ടാ, ഈ രക്തിക്കയനും ഹോളിയനും എന്താണ് പ്രശ്നം? ഒന്നും മനസ്സിലായിട്ടില്ല. ചേട്ടാ, ഒരു പക്ഷേ അവളെ കളറിന് വെച്ചാൽ അലർജിന് തോന്നുന്നു. ചേട്ടാ, അവൾ ഒരു പ്രേതമാണ്. അവൾ നീ കല്യാണം കളിക്കാൻ പോകുന്ന പെൺകുട്ടിയൊന്നും അല്ല. രണ്ട് കുട്ടികൾ വളരെ പേടിച്ച് ആരും അറിയാതെ വളരെ രഹസ്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ കണ്ണുകളിൽ രക്തികയെക്കുറിച്ചുള്ള പേടി നന്നായി കാണാൻ സാധിക്കുന്നു. ഒരു കാര്യം സത്യമാണ്, ഈ രക്തിക കാരണം ഞാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും അടി വാങ്ങാതെ രക്ഷപ്പെടുന്നു. അതെങ്ങനെയാ? അച്ഛൻ അടിക്കുകയാണെങ്കിൽ കവിള് ചുവന്നു പോകും. ചുവന്ന നിറം കണ്ടാൽ ഉടനെ രക്തിക വന്നേക്കും. ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം അറിയാത്ത ഒരു രൂപത്തിൻ്റെ കൂടെ പോരാടുകയാണ്. ഗ്രാമം മുഴുവൻ ചുറ്റി വളച്ച് കെട്ടുകയാണ്. അപ്പോഴാണ് ഹോളിയുടെ നിറങ്ങൾ എടുത്തുകൊണ്ട് അകത്തേക്ക് ആരും വരാതെ നോക്കേണ്ട ഒരു ശാന്തമായ പോരാട്ടം തുടങ്ങിയത്. ഈ രക്തിയെക്കുറിച്ചുള്ള പേടി കാരണം ഗ്രാമത്തിലെ യുവാക്കൾ ഏതോ ഒരു പിശാചിന്റെ ആക്രമണത്തിന് പേടിച്ച് നടക്കുന്ന പ്രേതങ്ങൾ പോലെ ജീവിക്കുന്നു. ഒരു നിറങ്ങളുമില്ല, ഒരു ഹോളിയുമില്ല. അപ്പോഴാണ് പ്രീതി നോക്കിയത്. ഒരു മദ്യപാനി നല്ല ലഹരിയിൽ ഹോളിയുടെ നിറം കാരണം ഒരുപാട് ബോറായി ഗ്രാമത്തിന്റെ അതിർത്തിയിൽ നിൽക്കുകയാണ്. ഏട്ടാ നിൽക്കൂ, ഈ അതിര് കടന്ന് വന്നേക്കല്ലേ. എന്തിനാ? ഇത് നിന്റെ അച്ഛൻ്റെ ഗ്രാമമോ? നിൽക്കൂ, അല്ലെങ്കിൽ രക്തിക വന്നേക്കും. എന്ത്? എനിക്കെന്ത് പേടിയോ? പ്രീതി ആ മദ്യപാനിയെ തടയാനായി ഒരുപാട് ശ്രമിച്ചു. പ്രീതി സ്ട്രോങ് ആയി നിന്നു. അവളുടെ കണ്ണുകൾ രക്തം പോലെ ചുവന്നിരുന്നു. ഏതോ ഒരു ആത്മാവ് അവളുടെ ശരീരത്തിൽ കേറിയതുപോലെ നിന്നു. അവൾ അവന്റെ കഴുത്തിൽ പിടിച്ചു ധരിച്ചു. പിന്നെ ആ മദ്യപാനി അവിടെ തന്നെ മരിച്ചുപോയി. പ്രീതിയും മയങ്ങി അവിടെ തന്നെ വീണു. ഗ്രാമത്തിലെ ജനങ്ങൾ അവിടെ കൂടി നിന്നു. അവളുടെ മേലിൽ വെള്ളം ഒഴിച്ചപ്പോൾ അവൾക്ക് ഓർമ്മ തിരികെ വന്നു. പ്രീതി, നിനക്ക് എന്താ സംഭവിച്ചു? നീ എന്തിനാ അവനെ കൊന്നത്? ഞാൻ അദ്ദേഹത്തെ കൊന്നില്ല, ഞാനല്ല കൊന്നത്. ആ മദ്യപാനിയുടെ ബോഡി കണ്ടിട്ട് പ്രീതിയുടെ ശരീരം ആകെ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ എന്തിനിങ്ങനെ ചെയ്യണം? ഞാൻ ഇതൊന്നും ചെയ്തില്ല. പ്രീതിയെ നോക്കിയിട്ട് ഗ്രാമത്തിലെ ജനങ്ങൾ മാറി മാറി രഹസ്യമായി സംസാരിച്ചു. രക്തിക്കയുടെ ആത്മ വീണ്ടും വന്നെന്ന് തോന്നുന്നു. പ്രീതി വെളുത്ത വസ്ത്രത്തിൽ വളരെ ശാന്തമായി തല കുനിച്ചിരിക്കുകയാണ്. അവൾ നെറ്റിയിലൊരു കുങ്കുമം പോലും ഇട്ടില്ല. അപ്പോഴാണ് പ്രശാന്ത് അവിടേക്ക് വന്നത്. പുറത്തുനിന്നും നിലവിളിച്ചുകൊണ്ടേ വന്നു. പ്രീതി, പ്രീതി, പ്രീതി. പ്രീതിക്ക് കേൾക്കുന്നുണ്ട്, എന്നാലും മിണ്ടാതെ ഇരിക്കുന്നു. തല കുനിഞ്ഞതുപോലെ അവൾ മിണ്ടാതിരിക്കുന്നു. പ്രശാന്ത് വീട്ടിലേക്ക് വന്നു. അവൻ നോക്കി, അവൾ വെളുത്ത വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. നെറ്റിയിലെ കുങ്കുമവും മാഞ്ഞിരുന്നു. പ്രീതി, പ്രീതി, പ്രീതി. പ്രീതി ശാന്തയായിരിക്കുകയാണ്. നീ എന്തിനാ ഏതും മിണ്ടാത്തത്? പ്രീതി ദേഷ്യത്തോടെ അവനെ നോക്കി. അവളുടെ കണ്ണുകൾ ചുവന്നിരിക്കുകയായിരുന്നു. എനിക്ക് നിറങ്ങൾ ഇഷ്ടമല്ല. നീ എന്തിനാ ഈ വെളുത്ത സാരി ഉടുത്തിരിക്കുന്നു? ഞാൻ ജീവനോട് ഉള്ളപ്പോൾ നീ എന്തിനാണ് എന്റെ കുങ്കുമം അഴിച്ചു? എനിക്ക് നിറങ്ങൾ ഇഷ്ടമല്ല. ശരി, നീ നിറങ്ങളുള്ള സാരി ഉടുത്താൻ ആവശ്യമില്ല, പക്ഷേ കുങ്കുമം വെക്കാമല്ലോ. അവൻ കുങ്കുമ ചിമിൾ കയ്യിലെടുത്തതും തന്നെ പ്രീതിയുടെ കൈകൾ തന്നെത്താനെ വലുതായി. അവൾ ആ കുങ്കുമം പിടിച്ചെടുത്തു. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിറങ്ങളെന്ന് വെച്ചാൽ ഇഷ്ടമില്ല എന്ന്. ഇത് കണ്ടിട്ട് പ്രശാന്തിന്റെ മനസ്സ് ആകെ വിറയ്ക്കാൻ തുടങ്ങി. അവൻ നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടി. എവരെങ്കിലും രക്ഷിക്കൂ, എവരെങ്കിലും രക്ഷിക്കൂ. എന്തു പറ്റി ഏട്ടാ? ഏട്ടത്തി വീട്ടിലുണ്ടല്ലോ, പിന്നെന്തിനാ പേടിച്ചോടുന്നത്? എടാ, അവൾ നിന്റെ ഏടത്തിയല്ല, അവൾ ഒരു പ്രേതമാണ്. നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ ഇപ്പോഴാണ് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അവളുടെ കൈ 20 ഫീറ്റ് ലെങ്തായി. അത് കാണുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ അവളുടെ അകത്ത് രക്തികയുടെ ആത്മ വന്നതുപോലെ ഉണ്ട്. സത്യം പറയേട്ടാ, വീണ്ടും നിങ്ങൾ ഇന്ന് കുടിച്ചിട്ട് വന്നിരിക്കുകയാണോ? അതുകൊണ്ടാണ് 2 ഫീറ്റ് കൈ 20 ഫീറ്റ് പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. വേണമെങ്കിൽ നീ ചെന്ന് നോക്ക്, ഇപ്പോഴും അവളുടെ ചെവി വലുതായിട്ട് തന്നെ ഉണ്ട്. ബബ്ലി വീട്ടിനകത്തേക്ക് ചെന്നു. അവിടെ നോക്കി. അപ്പോൾ പ്രീതി മയങ്ങി വീണ് കിടന്നു. ഏട്ടാ വേഗം വരൂ, ഏട്ടത്തി മയങ്ങി താഴെ വീണിരിക്കുകയാണ്.
ഇത് കേട്ടിട്ട് പ്രശാന്ത് പ്രീതിയുടെ മുഖത്ത് വെള്ളം കൊണ്ടുവന്ന് തെളിച്ചു. അതിനുശേഷം പ്രീതി കണ്ണു മിഴിച്ചു നോക്കി. ഞാൻ എന്തിനാ ഈ വെളുത്ത സാരി ഉടുത്തിരിക്കുന്നത്? നീ വെളുത്ത സാരിയും കെട്ടിയിട്ടുണ്ട്, പിന്നെ നിന്റെ നെറ്റിയിൽ കുങ്കുമം വെച്ചിട്ടില്ല. സാരി, എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. എനിക്ക് വളരെ വ്യത്യാസമായി തോന്നുന്നു. പ്രശാന്ത് ബബ്ലി പിന്നെ അവന്റെ അച്ഛനും അമ്മയും പ്രീതിയുടെ ഈ പ്രവൃത്തിയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ ഇവളുടെ അകത്ത് ആ റത്തിക്ക ആത്മ വന്നിട്ടുണ്ട്. ആദ്യം ആ കുടികാരനെയാണ് ഇവൾ കൊന്നത്. പിന്നെ ഇന്നലെ വീട്ടിൽ എന്നെയും കൊല്ലണമെന്ന് ശ്രമിച്ചു. അതുകൊണ്ടാണ് അവൾ ആദ്യം തന്നെ കുങ്കുമം അഴിച്ചിരുന്നു. ഏട്ടാ, ഇതൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണ്. എനിക്കില്ല, നിങ്ങൾക്കാണ് തോന്നുന്നത്. നിങ്ങൾ എല്ലാവരും എപ്പോഴാണ് അവളുടെ ഭയങ്കര രൂപം കാണുന്നോ അപ്പോഴാണ് നിങ്ങളുടെ ബ്രഹ്മ പൊട്ടിപ്പോവും. എന്നാ ശരി, ആ ഭയങ്കരമായ രൂപത്തിലേക്ക് വരുമ്പോൾ ഉടനെ ഒരു ഫോട്ടോ എടുക്കണേ. എങ്കിലല്ലേ എല്ലാവർക്കും കാണിക്കാനാകൂ. ഇവിടെ നോക്കുമോളെ, ടെൻഷൻ ആകണ്ട. ഞാൻ വേഗം തന്നെ ഒരു താന്ത്രികനെ ഇവിടെ വർദ്ധിപ്പിക്കാം. അദ്ദേഹം സത്യം പറയും. ആ വിളിക്കൂ, അല്ലെങ്കിൽ ഇവൾ എന്നെ ജീവനോട് വിടില്ലാന്ന് തോന്നുന്നു. ഗ്രാമത്തിൽ ഒരു പെയിന്റിംഗ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് പ്രീതിയും പ്രശാന്തും പോലും ഗസ്റ്റായി പോയിരിക്കുകയാണ്. വെൽക്കം ടു അവർ പെയിന്റിംഗ് കോമ്പറ്റീഷൻ. ഇന്ന് ഈവന്റിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ കളർഫുൾ നിറങ്ങൾ കാണിക്കൂ. എന്നിട്ട് അടിപൊളിയായ പ്രൈസ് വിൻ ചെയ്യൂ. കോമ്പറ്റീഷന്റെ ആദ്യത്തെ ഭാഗമായി ഒരു കണ്ടസ്റ്റന്റ് കളറിംഗ് പെട്ടി ഓപ്പൺ ചെയ്തു. പ്രീതിയുടെ കണ്ണുകൾ ചുവന്ന നിറത്തിൽ മാറി. എല്ലാരും പേടിച്ച് അവളെ നോക്കി. പ്രീതി ആ കണ്ടസ്റ്റന്റിനെ കഴുത്ത് നെരിച്ച് കൊന്നുകളഞ്ഞു. പ്രശാന്ത് പ്രീതിയുടെ ആ ഭയങ്കരമായ രൂപം ഉടനെ ഒരു ഫോട്ടോ എടുത്തു. ഫോട്ടോയിൽ പ്രീതിയില്ല, ഒരു പ്രേതത്തിന്റെ രൂപമാണ് കണ്ടത്. പ്രശാന്ത്, ബബ്ലി പിന്നെ അവന്റെ അച്ഛനും അമ്മയും എല്ലാരും പേടിക്കുന്നു. വീട്ടിലെ ഏതൊരു നിറത്തിനും യൂസ് ചെയ്യണ്ട, അല്ലെങ്കിൽ അവൾ നമ്മളെ കൊന്നേക്കും. അവൾക്ക് നിറങ്ങൾ ഇഷ്ടമില്ല എന്ന കാര്യം അവൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ആരും കളർ ഉപയോഗിക്കാതെ എങ്ങനെ ഇരിക്കാനാണ്? അതെങ്ങനെ നടക്കും? അങ്ങനെ നോക്കിയാൽ ആർക്കും കല്യാണം കഴിയില്ലല്ലോ. അതിനും കുങ്കുമം വെക്കണമല്ലോ. ഇതിന് എന്തെങ്കിലും തീർവ് കണ്ടെത്തണം. ഈ ഫോട്ടോയിലുള്ള പെൺകുട്ടി അവരെന്നെ അറിഞ്ഞാലല്ലേ നമ്മൾ അതിനുള്ള തീർവ് കണ്ടെത്താൻ പറ്റും. എനിക്ക് ഒരു സുഹൃത്തുണ്ട്. അവന്റെ പൂർവികൾ രാജകുടുംബത്തെ ആൾക്കാരാണ്. അവന്റെ പേര് ലേക്പാൽ. ആ കാലത്തിൽ ഉള്ള ആൾക്കാരുടെ ഫോട്ടോസ് ഇപ്പോഴും അവന്റെ അടുത്തുണ്ട്. ആ റക്തികയുടെ കഥ വളരെ പഴയതാണ്. ഒരു പക്ഷേ ഇത് അവളുടെ ഫോട്ടോ എങ്കിൽ നമുക്ക് കാര്യങ്ങൾ അറിയും. പ്രശാന്തും അവന്റെ അച്ഛനും ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ലേക്പാൽ പഴയ ഫോട്ടോസ് കാണിച്ചുകൊണ്ടിരുന്നത്. പ്രശാന്ത് എല്ലാ ഫോട്ടോസും ശ്രദ്ധിച്ചു നോക്കി. പക്ഷെ അവന്റെ ഫോണിലുള്ള ഫോട്ടോയോടുകൂടി യാതൊരു ഫോട്ടോയും മാച്ചായില്ല. ഇതിലുള്ള ഏത് ഫോട്ടോവും അതുപോലെ അല്ല. പ്രശാന്തും അവന്റെ അച്ഛനും വളരെ സങ്കടത്തോടെ തിരികെ പോയി. അപ്പോഴാണ് ലേക്പാൽ അകത്തു നിന്നും വിളിച്ചത്. ഇവിടെ നോക്കു മോനെ പ്രശാന്ത്, ഒരു ഫോട്ടോ താഴെ വീണുപോയി. വന്ന് ഇത് കണ്ടിട്ട് പോ. പ്രശാന്ത് അത് കണ്ടതും തന്നെ ആകെ ഞെട്ടിപ്പോയി. അതെ, ഇതാണ് അങ്കിൾ. ഇത് ആരുടെ ഫോട്ടോ ആണ്? മോനെ, ഇത് റക്തികയുടെ ഫോട്ടോ ആണ്. ഇത് കേട്ടതും എല്ലാരും പേടിച്ച് വിറച്ചു പോയിരുന്നു. മുഴുവൻ ഗ്രാമത്തിലും ഇക്കാര്യം എല്ലാരും അറിയാൻ തുടങ്ങി. അതായത് രക്തികയുടെ ആത്മാവ് തിരികെ വന്നു. അതുകൊണ്ട് എല്ലാരും ശ്രദ്ധാപൂർവം ഇരിക്കണമെന്ന്. ആരും നിറം ഉപയോഗിക്കാൻ പാടില്ല, കുങ്കുമം വെക്കാൻ പാടില്ല, ആരും വർണ്ണങ്ങൾ നിറഞ്ഞ വസ്ത്രങ്ങൾ ഉടുക്കാൻ പാടില്ല. അങ്ങനെയില്ലെങ്കിൽ വീട്ടിലുള്ളവർ വെളുത്ത വസ്ത്രങ്ങൾ ഉടുക്കേണ്ടതായിരിക്കും. വീട്ടിനകത്തിരുന്ന പ്രീതി ഈ അറിയിപ്പ് കേട്ടു. പിന്നെ ഭയങ്കരമായ ഒരാത്മാവ് ചിരിക്കുന്ന ശബ്ദം അവിടെ മുഴുവൻ കേട്ടു. പ്രശാന്ത് ഇപ്പോൾ ലേക്പാലിൽ നിന്നും രക്തികയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്കിൾ, നിങ്ങൾക്ക് റക്തിക പറ്റി ഏതെങ്കിലും അറിയോ? ഇല്ല മോനെ, എനിക്കൊന്നും അറിയില്ല. എനിക്ക് അറിഞ്ഞത് ഒന്ന് മാത്രമാണ്. റക്തികയുടെ ദേഷ്യം കാരണം ഈ ഗ്രാമത്തിൽ എവരും ഹോളി ആഘോഷിച്ചിട്ടില്ല. ഒരു പക്ഷേ ഈ ഗ്രാമത്തിലേക്ക് മുക്തി കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ അറിയാവുന്ന വിഷയം ഈ ഗ്രാമത്തിനും റക്തികനും ഏത് സംബന്ധമാണെന്ന്. ഈ റക്തിക തന്നെ വന്ന് അവളുടെ രഹസ്യം പറഞ്ഞിട്ടില്ലെങ്കിൽ വേറെ ആരാണ് പറയും? ഗ്രാമം മുഴുവൻ പേടി വീണ്ടും നിറഞ്ഞു. അതായത് രക്തിക തിരികെ വന്നു എന്ന്. എല്ലാരും വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു. സ്ത്രീകൾ നെറ്റിയിൽ കുങ്കുമം പോലും വെച്ചിട്ടില്ല. ഞാൻ വഴിമാറി വന്നു. എനിക്ക് വഴി പറയുമോ? നിങ്ങൾ എവിടേക്കാ പോകേണ്ടത്? ഞാൻ നിങ്ങളുടെ കണ്ണുകളിൽ മാഞ്ഞുപോയി. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പോകാനുള്ള വഴി പറയുമോ? ഇത് കേട്ടതും ആ പെണ്ണ് ദേഷ്യത്തോടെ ആ ചെറുക്കന് ഒരടി കൊടുത്തു. റാസ്കൽ, കല്യാണം കഴിഞ്ഞ പെണ്ണിനോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്? ഷെടാ, ഈ റക്തിക വന്ന പ്രശ്നം കാരണം എവരും കുങ്കുമം വെക്കാറില്ല. പിന്നെ ഒരു പെണ്ണിന് കല്യാണം കഴിഞ്ഞോ ഇല്ലയോ നിങ്ങൾ എങ്ങനെ അറിയാണ്?
പ്രശാന്തിന്റെ അച്ഛൻ ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV കൊണ്ടുവന്നു. ഇതാ മോനെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV. ഈ കാലത്തിൽ ആരാ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഒക്കെ കാണുന്നത്? ഒരു പക്ഷേ കളർ TV കണ്ടാൽ നീ ഞങ്ങളെ ജീവനോട് വിടുമോ? ഞാൻ എന്തിനു ജീവനോടെ വിടില്ല? നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒന്നുമില്ല, നീ ചെന്ന് റെസ്റ്റ് എടുക്ക്. ഇല്ല, ആദ്യം പറയൂ, എന്തിനാ എല്ലാരും എന്നെ ഇപ്പോൾ വ്യത്യാസമായി നോക്കുന്നത്? ആരും എന്നോട് മിണ്ടുന്നു പോലും ഇല്ല. അങ്ങനെ ഒന്നും ഇല്ല, നിനക്ക് സുഖമില്ലാതെ പോയല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. നീ ചെന്ന് റെസ്റ്റ് എടുക്ക്. പ്രീതി ഉറങ്ങി. എന്നാലും പ്രശാന്തിന്റെ മനസ്സിൽ പേടി നിറഞ്ഞിരുന്നു. അവൻ പേടിച്ച് വിറച്ചുകൊണ്ട് പ്രീതിയെ നോക്കിക്കൊണ്ടിരുന്നു. രാത്രി ശാന്തത നിറഞ്ഞിരുന്നു. കാറ്റിന്റെ ശബ്ദം. രക്തികയെ കണ്ട് പേടിച്ച് ആരും വീട്ടിൽ നിന്നും പുറത്തു പോലും വരാറില്ല. ലിഖിത ജോലി കഴിഞ്ഞ് ഒരുപാട് ലേറ്റായാണ് വീട്ടിലേക്ക് വരുന്നത്. വേഗത്തിൽ സൈക്കിൾ ഓട്ടിച്ചുകൊണ്ട് അവൾ തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷെ അവളുടെ മനസ്സിൽ ഒരു പേടി മാത്രം ഉണ്ടായിരുന്നു. ഈ രക്തം, എന്റെ ദൈവമേ! ലിഖിത പേടിച്ച് രക്തം തുടയ്ക്കാൻ തുടങ്ങി. പക്ഷെ ആ രക്തം അവളുടെ ഡ്രസ്സിലും ആയി. അവളുടെ ഹൃദയം പേടി കൊണ്ട് പിടയാൻ തുടങ്ങി. ഒരുപക്ഷെ രക്തിക വന്നാലോ എന്നുള്ള പേടിയാണ് അവൾക്ക്. പ്രീതി ഉറങ്ങുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവളുടെ കണ്ണുകൾ തുറന്നു. അവളുടെ കണ്ണുകൾ ചുവന്നു തുടിച്ചിരുന്നു. അവൾ കാറ്റത്ത് പറക്കാൻ തുടങ്ങി. കതക് തന്നെ തുറക്കാൻ തുടങ്ങി. പ്രീതി കാറ്റത്ത് പറന്ന് വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. പ്രശാന്ത് വളരെ പേടിച്ച് അവളുടെ പുറകെ പോയി. അവൾ ഈ സമയത്ത് എവിടെ പോകുന്നുവെന്ന് നോക്കാനായി. എന്നോട് ക്ഷമിക്ക്, എന്നെ വിട്ടേക്ക്, ഇത് നിറമല്ല, ഇത് രക്തമാണ്. പ്രീതി ഒരു ഭയങ്കരമായ ശബ്ദത്തോടു കൂടി ചിരിക്കാൻ തുടങ്ങി. ആ ശബ്ദം കാരണം ഹൃദയം പിടയാൻ തുടങ്ങി. നികിത പേടിച്ച് അവിടെ നിന്നും ഓടാൻ തുടങ്ങി. പക്ഷേ നികിതയുടെ കൈ തന്നെ നീളമുള്ളതായി. അവൾ നികിതയുടെ കഴുത്തിൽ പിടിച്ചു. അവളുടെ കഴുത്ത് ഞെരിച്ചു. പ്രശാന്ത് ഇതൊക്കെ കണ്ടിട്ട് പേടിച്ചു പോയി. പിന്നെ അവിടെ നിന്നും ഓടാൻ തുടങ്ങി. പ്രശാന്ത് പേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടി. വീട്ടിൽ മുൻപേ തന്നെ പ്രീതി ഇരിക്കുകയായിരുന്നു. അതായത് ഒന്നും നടക്കാത്തതുപോലെ. ഇത് കണ്ടിട്ട് പ്രശാന്ത് കൂടുതൽ പേടിച്ചു. ഈ രാത്രിയിൽ നിങ്ങൾ എവിടേക്കാ പോയത്? അത് ഇല്ല, എവിടെയില്ലല്ലോ. പേടിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു. പറയൂ, എന്തു പറ്റി? ഞാൻ എവിടെ പേടിച്ചു? ഞാൻ വാഷ്റൂം ചെന്നിരുന്നു. അത് ശരി, നീ എവിടെയാ പോയത്? ഐ എം സോറി, നിങ്ങൾ എവിടെയാ പോയത്? എവിടേക്കും പോയില്ല, ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. ശരി, ഉറങ്ങിക്കോ. പ്രീതി ഉറങ്ങി. പക്ഷേ പ്രശാന്തിന്റെ മനസ്സിൽ വല്ലാത്ത പേടിയുണ്ടായിരുന്നു. അവൻ രാത്രി മുഴുവൻ ഉണർന്നിരുന്നു. പേടിച്ച് വിറച്ചുകൊണ്ടേയിരുന്നു. പ്രശാന്ത്, ബബ്ലി പിന്നെ അച്ഛനമ്മയോടൊപ്പം ഇരിക്കുകയായിരുന്നു. ഇന്നലെ നടന്ന സംഭവത്തെക്കുറിച്ച് എല്ലാരോടും പറയുകയായിരുന്നു. ഇത് കേട്ടതും എല്ലാവരുടെ മുഖത്തും പേടി നന്നായി കാണാൻ സാധിച്ചു. അച്ഛാ, വേഗം തന്നെ എന്തെങ്കിലും താന്ത്രികന് വരാൻ പറയൂ, അല്ലെങ്കിൽ രക്തിക എവരെയും ജീവനോട് വിടില്ല. ഞാൻ ഇന്നലെ തന്നെ താന്ത്രികനോട് സംസാരിച്ചു. അദ്ദേഹം ഡൽഹിയിലേക്ക് പോയി കുറച്ച് ദിവസത്തിൽ വന്നേക്കും. അതുവരെ എല്ലാവരും സൂക്ഷിച്ചിരിക്കണം. രാത്രി ശാന്തത നിറഞ്ഞിരുന്നു. പ്രശാന്ത് തന്റെ അച്ഛനമ്മയോടൊപ്പം കഴിക്കുകയായിരുന്നു. അപ്പോഴാണ് വീട്ടിനകത്തു നിന്നും പ്രീതി എന്തോ സംസാരിക്കുന്ന ശബ്ദം കേട്ടത്. ഒരു വിചിത്രമായ ശബ്ദത്തിൽ. പ്രശാന്ത് ഇത് കേട്ടതും ആകെ ഞെട്ടിപ്പോയി. വീട്ടില് പ്രീതി തനിച്ചുണ്ട്. അവൾ എവരിനോട് സംസാരിക്കുന്നു? ബബ്ലി ഇവിടെ ഇല്ല. ഒരുപക്ഷെ ബബ്ലിയോട് സംസാരിക്കുകയായിരിക്കും. അപ്പോഴാണ് ബബ്ലി പുറത്തുനിന്നും വീട്ടിനകത്തേക്ക് വന്നത്. ബബ്ലി പുറത്തിരുന്ന് വരുന്നു. പിന്നെ അവൾ എവരിനോട് സംസാരിക്കുന്നു? പ്രശാന്തും വീട്ടിലുള്ളവരും പേടിച്ച റൂമിനകത്തേക്ക് ചെന്നു. പക്ഷെ അവർ അകത്തേക്ക് പോയതും അറിയാത്ത ഒരു രൂപം അവിടെ നിന്നും മാഞ്ഞുപോയി. പ്രീതി അവരെ ദേഷ്യത്തോടെ നോക്കി. അവളുടെ കണ്ണുകൾ ചുമന്നിരുന്നു. എല്ലാരും പേടിച്ച് അവിടെ നിന്നും ഓടി. എന്നിട്ട് അവർ കതകിനെ പൂട്ടി. പ്രീതി ആ കതക് തട്ടിക്കൊണ്ടേയിരുന്നു. കതക് തുറക്കൂ, കതക് തുറക്കൂ, കതക് തുറക്കൂ. പ്രീതി അത്രയും നേരം കതക് തട്ടിയിട്ടും ആരും കതക് തുറന്നില്ല. ഭയങ്കരമായ സിറ്റുവേഷൻ വീട്ടിനകത്ത് ഉണ്ടായി. ഒരു കൊറിയർ ബോയ് പ്രശാന്തിന്റെ വീട്ടിലേക്ക് വന്നു. പ്രശാന്ത് ചേട്ടാ, നിങ്ങൾക്ക് കൊറിയർ വന്നിട്ടുണ്ട്. പ്രശാന്തിന്റെ കൂട്ടുകാരൻ വിജയ് ഒരുപാട് ദിവസത്തിന് ശേഷം ഒരു ഗിഫ്റ്റ് അയച്ചിരിക്കുകയാണ്. പ്രീതിയും അടുത്തു നിൽപ്പുണ്ടായിരുന്നു. ഇപ്രാവശ്യം എന്താ അഴിച്ചെന്ന് അറിയില്ലല്ലോ. ഇവൻ എപ്പോഴും വിചിത്രമായ ഗിഫ്റ്റല്ലേ അഴിച്ചേക്കും. പൊങ്കൽ വരാൻ പോവുകയാണ്, അതിനായി എന്തെങ്കിലും അയച്ചതായിരിക്കാം. പ്രശാന്ത് ആ ബോക്സ് തുറന്നതും തന്നെ അതിൽ നിറങ്ങൾ നിറഞ്ഞ പട്ടമുണ്ടായിരുന്നു. നിറങ്ങൾ കണ്ടതും പ്രശാന്ത് ആകെ ഞെട്ടിപ്പോയി. പ്രീതിയുടെ കണ്ണുകൾ ചുമന്നുപോയി. പിന്നെ അവൾ ഭയങ്കരമായി ചിരിക്കാൻ തുടങ്ങി.
അവൾ പ്രശാന്തിന്റെ കഴുത്തിൽ പിടിച്ച് അവനെ മുകളിലേക്ക് പൊക്കിയെടുത്തു. അവരെങ്കിലും രക്ഷിക്കൂ, രക്ഷിക്കൂ. അപ്പോഴാണ് മന്ത്രവാദി അവിടേക്ക് വന്നത്. അദ്ദേഹം ഒരു മന്ത്രം പറഞ്ഞു. ഭസ്മം അവളുടെ മേലിലേക്ക് എറിഞ്ഞു. പ്രീതി പ്രശാന്തിനെ വിട്ടു. എന്നിട്ട് അവൾ മയങ്ങി അവിടെ തന്നെ താഴേക്ക് വീണു. നിങ്ങൾ നല്ല സമയത്താണ് വന്നത്, അല്ലെങ്കിൽ രത്തിക പ്രശാന്തിനെ കൊല്ലുമായിരുന്നു. അതെ, ഇവൾ എന്റെ രക്തം കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നു താന്ത്രികരെ. നിങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടാണ് ഞാൻ ഡൽഹിയിലിருந்து വേഗം വന്നത്. മന്ത്രവാദി, ഈ രക്തികയിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി പറയണേ. അവളുടെ ആത്മാവ് ഞങ്ങളുടെ മരുമകളുടെ മേലിൽ കയറിയിരിക്കുകയാണ്. ഇന്ന് രാത്രി ഇതിനൊരു തീർവ് കണ്ടെത്താം. രാത്രി ശാന്തമായ സമയം, നല്ല തണുത്ത കാറ്റ്, നിഗൂഢത നിറഞ്ഞ രാത്രി. മന്ത്രവാദി തീ കത്തിച്ചു. പിന്നെ പ്രീതിയെ അദ്ദേഹത്തിന്റെ മുൻപിലായി ഇരുത്തി. അദ്ദേഹം മന്ത്രങ്ങൾ പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. രക്തികായേ മഹാഭൂതായേ നമഃ ക്ഷേത്രസ്യ മധ്യേ നഹച്യ രക്തികായേ സ്വാഹ. രക്തികയുടെ ആത്മാവ് പ്രീതിയുടെ ശരീരത്തിൽ വരാൻ തുടങ്ങി. അവൾ ഒരു ഭയങ്കരമായ ചിരിയോടുകൂടി എണീറ്റു. പ്രശാന്തമായി അവിടെ തന്നെ ഇരിക്കൂ. ആരാണ് നീ? ഞാൻ രക്തിക. എന്തിനാ ഇവിടെ വന്നത്? നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് രാജാവ് രുദ്രസിംഗ് വേണം. പക്ഷെ എന്തിനാ? അവന്റെ രക്തം എനിക്ക് വേണം. അവന്റെ രക്തം ഉപയോഗിച്ച് ഞാൻ ഹോളി കളിക്കും. പക്ഷേ എന്തിനാ? പ്രതികാരം ചെയ്യണം. അവൻ എന്നെ പറ്റിച്ചിരിക്കുകയാണ്. ഇവിടെ രാജാവ് രുദ്രസിംഗ് എന്ന് ആരും ഇല്ല. നീ ചെല്ല്. ഗ്രാമത്തിലെ ജനങ്ങളെ ശല്യം ചെയ്യല്ലേ. ഞാൻ രാജാവ് രുദ്രസിംഗിനോട് പ്രതികാരം ചെയ്യുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. നീ പോയിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ കെട്ടിക്കളയും. നിന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാനാകില്ല. കെട്ടിക്കളയും എന്ന വാക്ക് കേട്ടതും പ്രീതി മന്ത്രവാദിയെ ആക്രമിക്കാൻ തുടങ്ങി. പക്ഷെ മന്ത്രവാദി അവളുടെ മേലിലേക്ക് ഭസ്മമെറിഞ്ഞു. അതുകൊണ്ട് അവൾ മയങ്ങി താഴേക്ക് വീണു. മന്ത്രവാദി തായത്ത് ഉപയോഗിച്ച് രക്തികയെ കെട്ടിയിട്ടു. ഗ്രാമത്തിലെ ജനങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഇപ്പോൾ നിങ്ങളുടെ ഗ്രാമത്തിനെ വിട്ട് രക്തികയുടെ ആത്മാ മുഴുവനായിട്ട് പോയിട്ടുണ്ട്. എല്ലാരും സന്തോഷം ആഘോഷിക്കാൻ തുടങ്ങി. മന്ത്രവാദി തന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. പക്ഷെ അപ്പോഴാണ് ആ തായത്ത് തന്നെ ഉടഞ്ഞത്. രക്തിക മോചിക്കപ്പെട്ടു. പ്രീതി എണീറ്റു. അവളുടെ കണ്ണുകൾ ചുമന്നിരുന്നു. അവൾ മന്ത്രവാദിയുടെ കഴുത്തിൽ പിടിച്ച് മുകളിലേക്ക് പൊക്കി. ശ്രദ്ധിച്ചിരിക്കണേ ഗ്രാമത്തിലെ ജനങ്ങളെ, ഒന്നില്ല. ഇപ്പോൾ ഈ രംഗിലാപൂരിൽ 2 ആത്മാക്കൾ അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്ന് രത്തിക, മറ്റൊന്ന്. മന്ത്രവാദി മറ്റൊരാത്മാവിനെ കുറിച്ച് പറയാനിരിക്കുകയായിരുന്നു. പക്ഷെ അതിനകം തന്നെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. ഗ്രാമത്തിലെ ജനങ്ങൾ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. രക്തിക അല്ലാതെ മറ്റൊരു ആത്മാവ് ആരാണ്? ഈ ഭയങ്കരമായ രഹസ്യം ആ ഗ്രാമത്തിൽ ഇപ്പോഴും മറഞ്ഞിരിക്കുകയാണ്.